സഹോദരിമാരെ, നിങ്ങൾ ഒരിക്കലും പുരുഷനെ നശിപ്പിക്കുവാൻ കാരണമായി മാറരുത്. പുരുഷന്മാരുടെ നാശത്തിനും അവരുടെ ഫിത്നക്കും നിങ്ങൾ കാരണമായി മാറരുത്. അതിന് എന്തു വേണം? ഒരുപാട് നിയമങ്ങൾ, ഏതാനും ചില കാര്യങ്ങൾ മാത്രം ഞാൻ അധിക സമയം ചിലവഴിക്കാതെ എത്രയും പെട്ടെന്ന് പറഞ്ഞു ചുരുക്കുകയാണ്. ഒന്ന്, അല്ലാഹു പറഞ്ഞു, വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല. വഖർന, നിങ്ങൾ അടങ്ങി ഒതുങ്ങിയിരിക്കണം. സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പാടില്ല. ഇറങ്ങാം അവൾക്ക് എന്തിന്? ഇസ്ലാമികമായ ശർഈയായ കാരണങ്ങളുണ്ടെങ്കിൽ, ശർഈയായ സബബുകൾ ഉണ്ടെങ്കിൽ അവർക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങാം. മതപഠനം ശർഈയായ ഒരു കാരണമാണ്, മതപരമായ കാരണമാണ്. ഇബാദത്ത് മതപരമായ കാരണമാണ്. സിയാറത്ത്, സഹോദരങ്ങളെ സന്ദർശിക്കൽ, കുടുംബാംഗങ്ങളെ സന്ദർശിക്കൽ, രോഗികളെ സന്ദർശിക്കൽ, ഇങ്ങനെ ഇസ്ലാം അനുവദിച്ചിട്ടുള്ള, ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ള, നിർദ്ദേശിച്ചിട്ടുള്ള ആവശ്യങ്ങൾ എന്തുണ്ടോ ആ ആവശ്യങ്ങൾക്ക് വേണ്ടി സ്ത്രീകൾക്ക് പുറത്തിറങ്ങാം. അല്ലാത്ത പക്ഷം വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ സ്ത്രീകളെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. സഹോദരിമാരുടെ കാലഘട്ടം ഇന്ന് മാറിയിട്ടുണ്ട്. രോഗികളെ സന്ദർശിക്കാൻ സഹോദരിമാരെ കിട്ടുന്നില്ല, ദീനീ സദസ്സുകളിലേക്ക് ലഭിക്കുന്നില്ല. തീരെയില്ല എന്നല്ല, ഉള്ള ആളുകളുണ്ട്. അൽഹംദുലില്ലാ, അല്ലാഹു ഖൈർ പ്രദാനം ചെയ്യുമാറാകട്ടെ. എന്നാൽ അധിക സഹോദരിമാരും നടക്കുന്നത്, ഊരു ചുറ്റുന്നത് അങ്ങാടികളിലൂടെയാണ്, ഷോപ്പിംഗ് കോംപ്ലക്സുകളിലൂടെയാണ്. സഹോദരിമാരെ, പണം നമ്മുടെ കയ്യിലുണ്ട്, അനുഗ്രഹമാണ്. അതില്ലാത്ത ആളുകൾക്ക് നമ്മൾ വീതിച്ചു കൊടുക്കുക. വസ്ത്രമില്ലാത്ത ആളുകളുണ്ട്, ഭക്ഷണം കഴിക്കാൻ കഴിവില്ലാത്ത ആളുകളുണ്ട്. നമ്മുടെ ഭർത്താക്കന്മാർ ഗൾഫിലാണ്, അല്ലെങ്കിൽ അവിടെയാണ്, ഇവിടെയാണ്, വലിയ വലിയ സ്ഥാപനങ്ങൾ നടത്തുന്നവരാണ്. നമ്മുടെ ഇഷ്ടം പോലെ പണം അയച്ചു തരുന്നു. ആ പണം ഉപയോഗിച്ച് അങ്ങാടികളിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും തെണ്ടി നടന്നാൽ നമ്മൾ അള്ളാഹുവോട് നാളെ മറുപടി പറയേണ്ടി വരും. ഇസ്ലാമിക വസ്ത്രം പോലും ശരിയായ നിലക്ക് ധരിക്കാതെ സ്വന്തം സൗന്ദര്യവും സ്വന്തം വടിവും ആളുകൾക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തുകൊണ്ട് വലിയ ഒരാളെ പോലെ, വലിയ പണക്കാരന്റെ ഭാര്യയാണ് തെളിയിച്ചുകൊണ്ട് അങ്ങാടിയിലൂടെ നടക്കുന്നത് ഇസ്ലാമിക ആദർശമുള്ള, പടച്ചവനെ ഭയപ്പെടുന്ന, ദീനീ ബോധമുള്ള, വിനയമുള്ള, ഖബറിനെ ഭയപ്പെടുന്ന ഒരു സത്യവിശ്വാസിനിക്ക് പാടില്ലാത്ത കാര്യമാണ്. പോകാം, അത്യാവശ്യ കാര്യങ്ങൾക്ക് ഇറങ്ങുക. നേരം പുലർന്ന് ഒരു കടയിൽ കയറി, അവിടുന്ന് വേറെ കടയിൽ കയറി, അങ്ങനെ വൈകുന്നേരം വരെ കടകളും മാറി മാറി ഇറങ്ങിക്കൊണ്ടിരിക്കുന്നു. ഇനി റമദാൻ അവസാനമായി കഴിഞ്ഞാൽ രാത്രി പോലും സഹോദരന്മാർ ഷോപ്പിംഗ് കോംപ്ലക്സുകളിലാണ്, അല്ലേ? ആളുകളുമായി സംസാരിച്ച്, ആളുകളുമായി ചിരിച്ചു നടന്ന്. സഹോദരന്മാരെ സൂക്ഷിക്കുക, ഞാൻ വിശദീകരിക്കുന്നില്ല. വഖർന ഫീ ബുയൂതികുന്ന, നിങ്ങൾ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കണം. വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊല, ജാഹിലിയ കാലഘട്ടത്തിൽ വിവരമില്ലാത്ത ആളുകൾ, വിവരമില്ലാത്ത സ്ത്രീകൾ തോന്നിയതുപോലെ അഴിഞ്ഞാടി നടന്നിരുന്നു. നിങ്ങൾ അഴിഞ്ഞാടി നടക്കരുത്. അതുകൊണ്ട് അത്യാവശ്യ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം വീട്ടിൽ സഹോദരിമാർ ഇറങ്ങുക, അനാവശ്യമായി ഇറങ്ങാതിരിക്കുക. അതാണ്